ദൈവാതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാഞ്ചസ്റ്റർ പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ പിന്നിട്ട വഴികൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് പാസ്റ്റർ ജോബോയ് ഐസക് അവറുകളാണ്. എറണാകുളം ടാബർനാക്കിൾ ഓഫ് പ്രൈസ് എന്ന ചർച്ചിൻ്റെ സീനിയർ ശുശ്രൂഷകനും അപ്പോൾ തന്നെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വളരെ ശക്തമായി ഈ തലമുറയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തനെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. കർത്താവ് വിലപ്പെട്ട ദാസനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നീണ്ട 33 വർഷത്തെ ആത്മീയ അനുഭവങ്ങൾ പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഉണ്ട്. ദൈവം നടത്തിയ വഴികളും ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ അനുഭവങ്ങളൊക്കെ കേൾക്കുവാനും അറിയുവാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ 33 വർഷത്തെ ക്രിസ്തീയ അനുഭവം, പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ പാസ്റ്റർ കർത്താവ് ഉപയോഗിച്ചു. ഒരുപാട് രാജ്യങ്ങൾ പാസ്റ്റർ സന്ദർശിച്ചു. ശക്തമായി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അനേകർക്ക് പാസ്റ്റർ ആശ്വാസമായിക്കൊണ്ടിരിക്കുന്നു. പാസ്റ്റർ ഈ മിനിസ്ട്രിയിലോട്ട് ഇറങ്ങിയ, ശുശ്രൂഷയിലോട്ട് ഇറങ്ങിയ ബിഗിനിങ് സ്റ്റേജിൽ വിശ്വാസത്തിലോട്ട് വന്ന ആ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കുകയായിരുന്നു. ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയത്തുള്ള ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ്. ബേസിക്കലി എൻ്റെ പേരൻസ് CSI മാർത്തോമ ഒരു ബ്ലെൻഡാണ്. എൻ്റെ പിതാവിൻ്റെ ഫാമിലി CSI കുടുംബവും മാതാവിൻ്റെ ഫാമിലി മാർത്തോമ കുടുംബവുമാണ്. ചെറുപ്പം മുതലേ അത്യാവശ്യം ഒരു ദൈവഭക്തിയിലാണ് വളർന്നത്. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുക, ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന, ചെറിയൊരു പേഴ്സണൽ പ്രെയറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കർത്താവുമായിട്ടൊരു ആഴമേറിയ ബന്ധമോ ഒരു പേഴ്സണൽ എൻകൗണ്ടറൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പള്ളി ഭക്തിയുടെ രീതിയിലേക്കും കൂടി അതങ്ങ് പോയി. എന്നാൽ ഞാൻ കോട്ടയം CMS കോളേജിൽ പഠിക്കുന്ന സമയത്ത് 1988 ഒരു യുവ സുവിശേഷകൻ എന്നോട് കർത്താവിനെക്കുറിച്ച് പറയുവാനിടയായി തീർന്നു. ഇന്ത്യ ക്യാമ്പസ് ക്രൂസേഡ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയിലെ സുവിശേഷകനാണ് അദ്ദേഹം ബേസിക്കലി ഒരു മാർത്തോമക്കാരനാണ്. എന്നാൽ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായിട്ട് അവർ ടീച്ച് ചെയ്യുന്നത്. അങ്ങനെ ആ സമയത്ത് എനിക്കൊരു ദൈവാന്വേഷണം ഉണ്ടായിരുന്നു. ബൈബിളൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല. പള്ളികളിലൊക്കെ മാറി മാറി CSI പള്ളി മാത്രമല്ല, യാക്കോബായി മറ്റു പള്ളികളിലൊക്കെ ആ സമയത്തൊരു ദൈവാന്വേഷണം എന്നുള്ള നിലയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊരു തൃപ്തിയും സമാധാനവും ഒന്നും ലഭിക്കുന്നില്ല. അങ്ങനൊരു ദൈവാന്വേഷണ ബോധം എൻ്റെ ഉള്ളിൽ കർത്താവിട്ടു. ആ സമയത്താണ് കോളേജ് ക്യാമ്പസിൽ വെച്ച് ഞങ്ങളിങ്ങനെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യാനൊക്കെ ഇങ്ങനെ ക്യാമ്പസിലെ ചൂളമരത്തിൻ്റെ ചൂട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ സുവിശേഷകൻ ക്യാമ്പസിലാണ് സുവിശേഷ പ്രവർത്തനം നടത്തുന്നത്. ഇന്ത്യ ക്യാമ്പസ് ക്രൂസേഡ് ഫോർ ക്രൈസ്റ്റിൻ്റെ പോളിസി അതാണ്. അങ്ങനെ ജോർജ് ഉമ്മൻ എന്ന് പറയുന്നതായ ഒരു സുവിശേഷകൻ, അദ്ദേഹം കുമ്പനാട്ടുകാരനാണ്. അദ്ദേഹം വന്നെന്നോട് 4 ആത്മീയ സത്യങ്ങൾ എന്നുള്ള ഒരു ചെറിയ ലഘുലേഖ പങ്കുവെച്ച് എങ്ങനെ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിക്കാം, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തൊരു വ്യക്തി പാപിയാണെന്നും ആദാമ്യ വീഴ്ച നിമിത്തമാണ് ഇന്ന് നാം ആയിരിക്കുന്ന ഈ അവസ്ഥയിലായിരിക്കുന്നതെന്നും യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ആ വിടവിനെ നികത്തുവാൻ ഒരു ബ്രിഡ്ജായിട്ട് കർത്താവിൻ്റെ ക്രൂശുമരണം സെർവ് ചെയ്യുന്നു എന്നുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു പ്രാർത്ഥനയിൽ കൂടെ യേശുക്രിസ്തുവിനെ ഞാൻ രക്ഷകനായി സ്വീകരിച്ചു. അന്ന് അത്രയും ഒരു ആത്മീയ അനുഭവം ഉണ്ടായുള്ളൂ. അതിന് പ്രത്യേക വൈകാരികമായ അവസ്ഥകളൊന്നും ഉണ്ടായില്ല. പക്ഷേ അങ്ങനെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത് ആത്മീയ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറി. എന്നാൽ ചില നാളുകൾ കൂടെ ദൈവവചനം വായിക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു പെന്തിക്കോസ്ത് അനുഭവമില്ല. ഇതര പള്ളികളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ഞാൻ കൂടുതൽ CSI പള്ളിയിലേക്ക് വന്നു. കാരണം ദൈവവചനം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ 10 കൽപ്പനകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ മറ്റ് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തെറ്റാണ്, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് സത്യമെന്ന് മനസ്സിലായി. പാസ്റ്റർ തന്നെ ബൈബിൾ വായിച്ച് കണ്ടെത്താൻ തുടങ്ങി. ഞാൻ തന്നെ ബൈബിൾ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായത് വിഗ്രഹാരാധന തെറ്റാണ്. അങ്ങനെയുള്ള ആരാധനകൾ വിട്ട്, ഇപ്പോൾ CSI പള്ളിയിൽ അങ്ങനെ ഒരു ആരാധന ഇല്ലാത്തതുകൊണ്ട് ഞാൻ CSIയിലേക്ക് വന്നു. പിന്നെ അവിടെ ഒരു കൺഫർമേഷൻ ക്ലാസ്സൊക്കെ പഠിച്ചു. അവിടെ തന്നെ ആ ഒരു കർത്തൃമേശ എടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അവിടെ. ആ ഒരു രീതിയിലേക്ക് ഒക്കെ വന്നു. എന്നാൽ പെന്തിക്കോസ് അനുഭവത്തിലേക്ക് ഞാൻ വന്നത് അല്പം കൂടെ കഴിഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ ഈ ദൈവവചനം പഠിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഒരു പെന്തിക്കോസ് ചർച്ചിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ ആ പള്ളിയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി കുറച്ചുകൂടെ വചനസത്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ദൈവവചനം പഠിക്കുകയും മറ്റു ചില ക്രിസ്തീയ പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തപ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്നുള്ളൊരു സത്യം മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങളുടെ അടുത്ത്
ഒരു പുതിയ ക്രിസ്തീയ കൂട്ടായ്മ, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് ആരംഭിച്ചു. എന്നാൽ എൻ്റെ വീട്ടിൽ നിന്ന് വളരെ ശക്തമായിരിക്കുന്ന പ്രതികൂലം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് പെന്തിക്കോസ് ആരാധനയോട് വളരെ എതിർപ്പുണ്ടായിരുന്നു. എങ്കിലും ആ സത്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. അങ്ങനെ താമസമിന ഞാൻ സ്നാനപ്പെടുവാനിടയായി തന്നു. ചില നാളുകൾ ഒളിച്ചും പാത്തുമൊക്കെ ആരാധനയ്ക്ക് പോയി. വീട്ടിൽ നിന്ന് വളരെ ശക്തമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഈ സത്യത്തോട് എനിക്ക് എതിർത്ത് നിൽക്കാൻ കഴിയാതെ വണ്ണം രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, വെള്ളത്തിൽ മുങ്ങി വിശ്വാസ സ്നാനം സ്വീകരിക്കണമെന്നുള്ള സത്യം മനസ്സിലാക്കി. അങ്ങനെ ഞാൻ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. അത് 92 വിശ്വാസ സ്നാനം സ്വീകരിച്ച ഉടനെ തന്നെ ദൈവവേല ചെയ്യാനുള്ളൊരു വലിയ ആത്മപ്രേരണ എനിക്കുണ്ട്. എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭം അങ്ങനെയാണ്. പാസ്റ്റർ ദൈവത്തിന് വചനം വായിച്ചു, ദൈവവചനമാണ് പാസ്റ്റർ രൂപാന്തരപ്പെടുത്തിയത്. അതെ, സുവിശേഷം കേട്ടപ്പോഴാണ് ഈ രക്ഷയുടെ മാർഗത്തെക്കുറിച്ച് മനസ്സിലായത്. ഒരാൾ സുവിശേഷം പറഞ്ഞു, എന്നാൽ ദൈവവചനം പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് രക്ഷ മാത്രം പോരാ, വെള്ളത്തിൽ മുങ്ങി വിശ്വാസ സ്നാനം സ്വീകരിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഈ സത്യങ്ങൾ മനസ്സിലാക്കുകയും തുടർന്നൊരു പെന്തിക്കോസ്ത് ആരാധനയിലേക്ക് ഞാൻ പോവുകയും ചെയ്തപ്പോൾ ആ സത്യങ്ങൾ കൂടുതൽ ദൈവദാസന്മാരിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. വചനം പഠിക്കാനും വായിക്കാനും ഒരു 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 പ്രത്യേക ആഗ്രഹം ആരംഭം മുതലേ വചനത്തിനായിട്ടൊരു ദാഹം എൻ്റെ ഉള്ളിൽ ദൈവം ഇട്ടു. പക്ഷെ അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷ സമയങ്ങളിൽ ആ എരിവോടെ ആഗ്രഹത്തോടെ പാസ്റ്റർ ഇറങ്ങി ഇപ്പോൾ നീണ്ടൊരു വർഷക്കാലം പിന്നിട്ടു. പാസ്റ്റർ ജീവിതത്തിൽ ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിലിറങ്ങി വീട്ടുകാരുടെ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പാസ്റ്റർ അഭിമുഖീകരിച്ച പ്രതിസന്ധികൾ ഒന്ന് വിവരിക്കാമെങ്കിൽ ഞങ്ങൾക്ക് നല്ലതായിരുന്നു. ഞാൻ ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്താണ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത്. അതിനുശേഷം ഞാൻ കോട്ടയം CMS കോളേജിൽ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ ആ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ഞാനായിരിക്കുന്നതായ സമയത്ത് വീട്ടുകാരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ജോലിക്ക് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഈ പഠിക്കുന്ന കാലത്ത് തന്നെ പാലക്കോളേജിൽ പഠിപ്പിക്കുകയും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ചെറിയൊരു രീതിയിൽ. എന്നാൽ എൻ്റെ ഉള്ളിൽ ഈ വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു ആത്മീയ സമ്മർദ്ദം ഉള്ളിലുണ്ട്. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ഉള്ളിൽ ഒരു കോളിംഗ് ഉണ്ടെന്ന് ശക്തമായ പ്രേരണ വന്നു. അപ്പം വേറെ ഒരു ജോലിക്ക് പോകാനുള്ളൊരു താല്പര്യമില്ലാത്തൊരു പ്രതിസന്ധി വന്നപ്പോൾ വീട്ടിൽ നിന്ന് സമ്മർദ്ദമുണ്ടായി. എൻ്റെ അങ്കിൾസ് അവരൊക്കെ എല്ലാം ജോലിക്കാരാണ്. അവരാരും ഒരു പാസ്റ്ററൽ മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് കുടുംബത്തിൽ ആർക്കും ഇല്ല. ആരും തന്നെ ഈ വിശ്വാസ സമൂഹത്തിലേക്ക് വന്നിട്ടില്ല. എൻ്റെ 2 കസിൻസ് മാത്രമേ ജസ്റ്റ് ഒരു വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജോലിക്ക് പോകാനൊക്കെ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ഉള്ളിൽ ഇനി കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ഒരു ആഴമേറിയ ചിന്തയും അതോടൊപ്പം ചില പ്രവാചക ദൂതുകളും എന്നെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ദൈവിക ശുശ്രൂഷയെക്കുറിച്ചുള്ള പ്ലാനുകൾ ഇതൊക്കെ കേൾക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ സെമിനാരിയിലേക്ക് ദൈവജനം പഠിക്കാൻ വേണ്ടി കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. എതിർപ്പുകൾ ഭവനത്തിൽ നിന്ന് ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് വളരെ എതിർപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് പോകുന്നതിന്. എൻ്റെ പിതാവ് ആക്ച്വലി കുറച്ചുകൂടെ പൗരോഹിത്യ പശ്ചാത്തലത്തിൽ തന്നെ നിന്നുകൊണ്ട് ഒന്നെങ്കിലും ഒരു അച്ഛനാകാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു ജോലിയോടൊപ്പം സുവിശേഷകനായി കർത്താവിൻ്റെ വേല ചെയ്യുക എന്ന് വളരെയധികമായിട്ട് നിർബന്ധിച്ചു. വളരെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് സെമിനാരി ചേർന്ന് ദൈവദിനം പഠിക്കാൻ ബോധ്യപ്പെട്ടു. കർത്താവിൻ്റെ വേലയ്ക്കാണ്, ശുശ്രൂഷയ്ക്കാണെന്നുള്ള ആ ബോധ്യം വളരെയധികം ഉള്ളിൽ ആ ബോധ്യം ഉണ്ടായിരുന്നു. പിന്നെ പ്രവാചക ദൂതുകൾ നമ്മളെ അതിനെ ഉറപ്പിച്ചു. അന്ന് അതിനെക്കുറിച്ച് ഇന്നുള്ളതുപോലെ വലിയ കാഴ്ചപ്പാടില്ലായിരുന്നു. എനിക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലാതെ മറ്റൊരു ജോലിക്ക് പോകാനുള്ള ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ അതുപോലെ വിശ്വാസത്തിലോട്ട് ഇറങ്ങിയ സമയത്ത് പക്ഷേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന് ശേഷം അതിൻ്റെ പഠനത്തിലൂടെ ദൈവജനത്തിലെ ഏതെങ്കിലും പ്രത്യേക ഭാഗങ്ങളോ വ്യക്തികളോ അധികം സ്വാധീനിച്ചതായിട്ട് ഉണ്ടെങ്കിലൊന്ന് പറയാമോ? കർത്താവായ യേശു ക്രിസ്തുവിന് ശേഷം എന്നെ ഏറ്റവും അധികമായി സ്വാധീനിച്ചിട്ടുള്ള, ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ദൈവപുരുഷൻ എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ആ തീക്ഷ്ണത, തൻ്റെ ജീവിതത്തിൽ വലിയ വിദ്യാബഹുത്വം ഉണ്ടായിരുന്നു. ഹൈലി എഡ്യൂക്കേറ്റഡ്, നല്ല ഫാമിലി പശ്ചാത്തലമുള്ളതായിരിക്കുന്ന ഒരു ദൈവഭൃത്യൻ. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലങ്ങൾ നമുക്കറിയാമല്ലോ. എന്നാൽ ക്രിസ്തുവിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഓട്ടവും എരിവും, അപ്പോൾ അതുപോലെ ആകണമെന്നുള്ളൊരാഗ്രഹമാണ് തുടക്ക കാലഘട്ടങ്ങളിൽ
ഏറ്റവും അധികമായിട്ട് സ്വാധീനിച്ച ഒരു കാര്യം. പൗലോസ് ഒരു വേറെ പണ്ഡിതനായിരുന്നു, പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, ജീവിതം വളരെ ഇൻറ്റഗ്രിറ്റിയോടെ കാത്തു സൂക്ഷിച്ചൊരു മനുഷ്യനായിരുന്നു. ക്രിസ്തു കഴിഞ്ഞാൽ ഇത്രയും തീവ്രമായി ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്ത ഒരു ദൈവദാസൻ പുതിയ നിയമത്തിലുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. പൗലോസിൻ്റെയും പത്രോസിൻ്റെയും ശുശ്രൂഷകൾ വ്യത്യസ്തമായിരുന്നെങ്കിലും പുതിയ നിയമത്തിൻ്റെ 2 എഴുതുവാൻ ദൈവം പൗലോസിന് കൃപ കൊടുത്തു. അപ്പോൾ തന്നെ അദ്ദേഹം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ ജീവിതവുമുണ്ട്. അതേസമയത്ത് അദ്ദേഹം അക്കാഡമിക്കായിട്ടും ദൈവരാജ്യത്തിന് വേണ്ടി വളരെ കോൺട്രിബ്യൂട്ട് ചെയ്തൊരു ദൈവഭൃത്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സീൽ, ആവേശം, പ്രാർത്ഥനാ ജീവിതം, വിശുദ്ധ ജീവിതം, ലക്ഷ്യബോധം, കർത്താവിന് വേണ്ടി എന്തുമാകാനുള്ളൊരു മനസ്സ്, ക്രിസ്തുവിന് വേണ്ടി ഒരു പാനീയയാഗമായി ഞാൻ ഒഴിക്കപ്പെടാൻ പോകുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അത് ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുപോലെ ആകാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും അന്ന് മുന്നോട്ട് നയിക്കുവാൻ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോഴും അതിനെ അതിജീവിക്കാൻ ഈ പൗലോസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ പൗലോസിൻ്റെ അനുഭവങ്ങളും ലേഖനങ്ങളും പൗലോസിലൂടെ ദൈവം പ്രവർത്തിച്ച പ്രവൃത്തികളും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പാസ്റ്റർ ശുശ്രൂഷ കാലങ്ങളിൽ അനേക യൗവനക്കാരെ പാസ്റ്റർ നേടിയിട്ടുണ്ട്, സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ആത്മാക്കളെ നേടിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടം നമ്മുടെ യുവതലമുറകൾ, യൗവനക്കാർ ഒരുപാട് മദ്യത്തിനും മയക്കുമരുന്നിനും പോണോഗ്രാഫിക്കും ഒക്കെ അടിമപ്പെട്ട് പോകുന്നൊരു വല്ലാത്ത കാഴ്ചകളാണ് കാണുന്നത്. പാസ്റ്ററുടെ അഭിപ്രായത്തിൽ ചർച്ചിൻ്റെ റോള് നമുക്കെങ്ങനെ വചനാടിസ്ഥാനത്തിൽ ഈ കാലഘട്ടത്തിൽ മദ്യത്തിന്, ഈ ഡ്രഗ്സ് അഡിക്റ്റായി ലോകത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട തലമുറകളാണ്. ക്രിസ്തീയ കുടുംബത്തിൽ തന്നെ അനേക തലമുറകൾ ദൈവം വേണ്ട, ദൈവമില്ല എന്ന് പറഞ്ഞ് വചനത്തിന് അകന്നു പോകുന്ന ഒരു വല്ലാത്ത കാലഘട്ടമാണ്. പാസ്റ്ററുടെ അഭിപ്രായത്തിൽ ദൈവസഭയുടെ റോൾ നമുക്കെങ്ങനെ ഈ തലമുറയെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്താൻ കഴിയും എന്ന് പാസ്റ്ററുടെ അഭിപ്രായം? വാസ്തവത്തിൽ ക്രിസ്ത്യൻ ചർച്ചിനാണ് ഇന്നത്തെ ലോകത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. നമുക്കാണ് ഏറ്റവും റെലവൻ്റ് ആയിട്ടൊരു കാര്യം ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്നത്. നമ്മൾ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെയൊക്കെ ശുശ്രൂഷ കാലയളവിൽ നോക്കിക്കഴിഞ്ഞാൽ മദ്യം, മയക്കുമരുന്ന്, പാപപ്രവൃത്തികൾ ഇതിൻ്റെ അടിമകളായിരുന്ന ആളുകളാണ് പിന്നീട് മാനസാന്തരപ്പെട്ട് ഈ പെന്തിക്കോസ് അനുഭവത്തിലേക്ക് വന്നിട്ട് കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ പ്രസംഗകരെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം ഉപയോഗിച്ചവരെ ഇവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ഇങ്ങനൊരു പശ്ചാത്തലമുള്ളവരാണ് കൂടുതൽ ആളുകൾ. അവർക്കൊരു വലിയ തീഷ്ണത വളരെ കൂടുതലാണ്. ഇനി ഇന്നത്തെ കാലത്ത് ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്താതെ, അതായത് പലപ്പോഴും നമ്മളൊരു ഡിനോമിനേഷണൽ ചർച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു കൂട്ടം വിശുദ്ധന്മാരായ ആളുകൾ സ്വർഗത്തിലേക്ക് പോകുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് വളരെ കറക്റ്റായിട്ടൊരു കാര്യമാണെങ്കിലും യേശു വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ലൂക്കോസ് 19:10 എഴുതിയിരിക്കുന്നു, ദ സൺ ഓഫ് മാൻ കെയിം ടു സീക്ക് ആൻഡ് സേവ് ദ ലോസ്റ്റ്. ആ ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഇപ്പോൾ പാപികളെ അകറ്റി നിർത്താതെ അവരെ കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ കഴിയുന്നു, അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കി അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു ഇൻക്ലൂസീവ്നെസ് സഭയ്ക്കുണ്ടാകണം. അതിനൊരു സ്ട്രാറ്റജി നമുക്കുണ്ടായിരിക്കണം. നമുക്കൊരു ഇവാഞ്ചലിസ്റ്റിക് ഹാർട്ട് ഉണ്ടായിരിക്കണം. പാപികളോടൊരു കമ്പാഷനേറ്റ് ഹാർട്ട് ഉണ്ടായിരിക്കണം. യേശുവിന് ഈ മനസ്സിലും ഉണ്ടായിരുന്നു. യേശുവിനെ വിളിച്ചത് എന്താ? ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനാണ് വിളിച്ചത്. അവരെ യേശു അകറ്റി നിർത്തിയില്ല. പരീശന്മാരങ്ങനെയല്ലായിരുന്നു. പരീശന്മാർ വാസ്തവത്തിൽ അവർ തന്നെ ഒരു പ്രത്യേക സെക്റ്റായിട്ട് നല്ല വേഷവിധാനങ്ങൾ കണ്ടു കഴിഞ്ഞ ഒരു ഭക്തനാണെന്നുള്ള തോന്നലിൽ ജീവിക്കുന്നതായ വേഷഭക്തി, ബാഹ്യമായ രീതികളിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, അങ്ങനെ അവർ ജീവിച്ചത്. ഇന്ന് യേശു വന്നപ്പോൾ ഈ സിസ്റ്റത്തെ മുഴുവനും സമ്പ്രദായത്തെ അങ്ങ് തിരിച്ചു. യേശുവിനെ വിളിച്ചത് അങ്ങനെയാണ്, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ. യേശു അവരുടെ കൂടെ ചെന്നു, അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു, അവരുടെ വീട്ടിൽ താമസിച്ചു, അവരെ സ്നേഹത്തിൽ കൂടെയും വചനത്തിൽ കൂടെയും രൂപാന്തരത്തിലേക്ക് നയിച്ചു. സക്കായി ഒരു ഉദാഹരണമാണ്. സക്കായിയോട് പറഞ്ഞു, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകും. ഇത്രയും അഴിമതിക്കാരനായ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ യേശു എന്ന വലിയ റബ്ബായി താമസിക്കാൻ വന്നപ്പോൾ ആളുകൾ ഒരു പക്ഷേ അവരുടെ പുരികമൊക്കെ ചുളിച്ച് കാണും, വിമർശനാത്മാവിൽ കണ്ടു കാണും. പക്ഷേ അവൻ്റെ വീട്ടിൽ ചെന്ന് യേശു ഒരു വചനം പറയുന്നതിന് മുമ്പേ സക്കായി ഇങ്ങനെയാണ് പറഞ്ഞത്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങായി ഞാൻ മടക്കി കൊടുക്കും. എന്ന് കർത്താവ് പറയുകയാണ്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുകയാണ്.
അപ്പം നമ്മുടെ സമീപനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാപികളോട് നമ്മൾ വേറൊരു ദൃഷ്ടിയിൽ ഇവനൊരു കുഴപ്പക്കാരനാണ് എന്നുള്ള കൂടാതെ അല്ലേ, മുൻപിൽ കൂടാതെ എക്സാക്ട്ലി അവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നു. സ്നേഹത്തിൽ കൂടെ അവരോട് ഇടപെടുകയും അവർ ബലഹീനത ഉള്ളപ്പോൾ തന്നെ അവരെ ചേർത്ത് പിടിച്ച് പതുക്കെ അവരെ രൂപാന്തരപ്പെടാൻ ഒരു സമയം നമ്മൾ കൊടുക്കണം. സാമുവൽ സ്മൈൽസ് എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് റൈറ്റർ, ആ ഓതർ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം എസ്കേപ്പിസം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ ഈ ആൽക്കഹോളും പോണോഗ്രഫിയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന, ഡ്രഗ്, അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിടാൻ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ശക്തിയില്ല. കാരണം അവരെ ആ രീതിയിലൊരു അപ്ബ്രിങ്ങിങ് അവർക്ക് കിട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ കള്ളു കുടിക്കുന്നു, അല്ലെങ്കിൽ ഡ്രഗ് കഴിക്കുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റിലേക്ക് കൂടുതൽ അങ്ങ് എൻഗേജ് ആകുന്നു, കുറേ സിനിമ കാണുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്. എസ്കേപ്പിസമാണ്. അവർക്കതിനെ നേരിടാൻ കഴിയുന്നില്ല. ഒട്ടകപ്പക്ഷി മണ്ണിനകത്ത് തല പൂഴ്ത്തുന്നത് പോലൊരു കാര്യമാണ്. അപ്പോൾ അവരെ ഈ പ്രശ്നങ്ങളെ സോർട്ട് ഔട്ട് ചെയ്ത്, ഈ മദ്യം കൂടാതെയും മയക്കുമരുന്ന് കൂടാതെയും നിന്നെ രൂപാന്തരപ്പെടുത്താനും നിനക്കൊരു ഭാവി തരാനും നിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നെ വിടുവിക്കാൻ യേശു മതിയായവനാണെന്ന് സ്നേഹത്തിൽ കൂടെ അവരോട് കൂടെ ഇരുന്ന് സമയമൊക്കെ ചെലവഴിച്ച് അവരോട് ഐഡൻറ്റിഫൈ ചെയ്ത്, എന്ന് വെച്ചാൽ അവരുടെ കൂടെ കള്ളു കുടിക്കണമെന്നല്ല, അവരുടെ കൂടെ ഇരുന്ന് അവരെ സ്നേഹിച്ച് അവരിൽ ഒരുവനാണ് ഞാനെന്നുള്ളൊരു ബോധ്യം വരുത്തി നമുക്ക് അവരെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരും. നമ്മളോട് ഹൃദയം തുറക്കാനൊരു കോൺഫിഡൻസ് ആദ്യം അവർക്ക് ഉണ്ടാകണം, ഒരു ബന്ധം ഉണ്ടാക്കി. അതെ. അതിനകത്ത് നമ്മുടെ ചർച്ചിലെ യൂത്ത്സിനെ നമ്മളൊന്ന് എക്വിപ്പ് ചെയ്യുകയാണെങ്കിൽ യൂത്ത്സിന് കുറച്ചുകൂടെ അവരോട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പ്രായമുള്ളവരോടെന്നതിനേക്കാളും ചെറുപ്പക്കാരെ നേടുവാനും സാധിക്കും. അപ്പോൾ കൾച്ചറലായിട്ട് നമുക്കിവരെ എൻഗേജ് ചെയ്യാൻ സാധിക്കണം. അപ്പം നമ്മൾ ശീലിച്ചു വന്ന രീതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ലൈഫ് സ്റ്റൈല്, പിന്നെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പ്രത്യേകിച്ച് പാസ്റ്റർ ഇപ്പോൾ ഈ മാഞ്ചസ്റ്ററിൽ പ്രവർത്തിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പല യാത്രകൾ ചെയ്തപ്പോൾ അയർലൻഡിലും ഇവിടെയൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരുപാട് ബ്രോക്കൺ ഫാമിലീസാണ്. സിംഗിൾ പേരൻറ്റിങ് ഒരു വലിയ ചലഞ്ചിങ് ആണ്. ഒരു ബ്രോക്കൺ ഫാമിലി വളർന്നതായിരിക്കുന്ന യൗവനക്കാർക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് ഈ പ്രശ്നങ്ങളെ നേരിടാനുള്ള ആന്തരിക ശക്തി അവർക്കില്ല. അപ്പോൾ അവരോട് കൂടെ ഇരിക്കുക, ഒരു കപ്പ് കാപ്പിയുമായി ചേർന്ന് അവരോട് സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ നേടുവാനായിട്ട് സാധിക്കും. സഭയ്ക്ക് അതിനകത്ത് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോള് ഈ കാലഘട്ടത്തിൽ ഉണ്ട്. വളരെ നല്ലൊരു അഡ്വൈസ് പാസ്റ്റർ നൽകിയിട്ടുള്ളത്. കാരണം നമ്മൾ ഈ കാലഘട്ടത്തിൽ എവിടെയോ അവഗണിക്കും അവരെ, പാപി എന്നുള്ളൊരു മുദ്ര കുത്തി ശരിയാകത്തില്ലെന്ന് കണ്ട് അവരെ വിടും. പക്ഷെ അങ്ങനെ വിടാതെ അവരെ കുറവുകളോട് കൂടെ ഉൾക്കൊള്ളണം, അല്ലേ പാസ്റ്റർ? അതെ. ഈ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഇൻ്റർനാഷണൽ ലീഡർഷിപ്പിലുണ്ടായിരുന്ന ദൈവദാസനാണ് പോൾ വോക്കർ. അദ്ദേഹം ഒരു വലിയ തിയോളജിയനായിരുന്നു, ചർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ ഓവർസിയറൊക്കെ ആയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹം അമേരിക്കയിൽ ഹിപ്പീസിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഡ്രഗ്, കാതിലൊക്കെ സ്റ്റഡൊക്കെ ഇട്ട് വളരെ വേൾഡിലി ആയിട്ട് നമ്മൾ കാണുന്ന കയ്യെ ചെയിനൊക്കെ ഇട്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ളൊരു സമൂഹം സഭ മാറ്റി നിർത്തിയപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹത്തിൻ്റെ ചർച്ചിൻ്റെ വാതിൽ അവർക്ക് വേണ്ടി തുറന്നു. അന്ന് അദ്ദേഹം കുറച്ച് വിമർശനങ്ങളെ നേരിട്ടു. പക്ഷേ അദ്ദേഹം അവരെ ഉൾക്കൊള്ളുകയും അവരെ സ്നേഹിക്കുകയും അവരെ എൻഗേജ് ചെയ്യാനും അവരോട് സുവിശേഷം പറയാനും അവരെ നേടുവാനൊരു സ്ട്രാറ്റജി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഫിനോമിനൽ ഗ്രോത്ത് ഉണ്ടായി. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടത് അന്നൊരു 16,000 16,000-ലധികം ആളുകൾ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ അത് മുഖാന്തരം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം പാപികളെ നേടാനുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. നമ്മൾ അവരെ നേടിയില്ലെങ്കിൽ ആർ നേടും? അവരോടൊരു കമ്പാഷനേറ്റ് അപ്രോച്ച് നമുക്കുണ്ടായിരിക്കണം. ഇപ്പോഴത്തെ തലമുറ വളരെ ഫോക്കസ്ഡ് ആയിരുന്നു ചർച്ച്. ഇന്നത്തെ യൂത്ത്സ്, ഇന്നത്തെ ജനറേഷൻ അവരകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കുക, സഭയെന്നെ അകന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു ജനറേഷൻ ഗ്യാപ്പ് നമ്മൾ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്നുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു വളരുന്നത് വേറെ കൾച്ചറിലാണ്. നമ്മളിൽ പലരും മൈഗ്രേറ്റ് ചെയ്തത് മിഡിൽ ഈസ്റ്റിൽ നിന്നോ കേരളത്തിൽ നിന്നോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റം, ഇവിടുത്തെ ടീച്ചിങ്, പിന്നെ അവരുടെ കൂട്ടുകാരെല്ലാം അവരുടെ സ്കൂളിലും കോളേജിലുള്ളവരെല്ലാം അങ്ങനെയുള്ളവരാണ്. അപ്പം അവരിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട്, ഇന്നത്തെ ലോക വീക്ഷണങ്ങൾ,
ഇതെല്ലാം വളരെ സിഗ്നിഫിക്കൻ്റ്. അവരുടെ കോൺസെപ്റ്റുകളെയും പെർസെപ്ഷനെയും ഔട്ട്ലുക്കിനെയെല്ലാം ഷേപ്പപ്പ് ചെയ്യുന്നത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഫ്രണ്ട്സ്, അവരുടെ ഒപ്പീനിയൻ, ഇതൊക്കെയാണ്. ഈ ജനറേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ എന്ന് ചോദിക്കുന്ന ഒരു തലമുറയാണ്. അപ്പോൾ നമ്മൾ സ്നേഹത്തോടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കോസ് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യും. അത് നമ്മൾ കൺവിൻസിങ് ആയിട്ടുള്ള മറുപടി കൊടുക്കണം. അല്ല ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി എന്നുള്ള പഴയ തലമുറയുടെ രീതി പേരന്റിങ്ങിന്റെ സ്ട്രാറ്റജിയോടെ മാറ്റേണ്ട സമയമാണ്. എക്സാക്ട്ലി, പാസ്റ്റർ പറഞ്ഞ വളരെ കറക്റ്റ്. അതായത് നമുക്ക് ഈ തലമുറയെ റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഇഫക്റ്റീവ് പേരൻറ്റിങ് സ്ട്രാറ്റജിയും കൂടെ നമുക്കുണ്ടാകണം. അവരെ മനസ്സിലാക്കാനും അവരുടെ കൂടെ സമയം ക്വാളിറ്റി ടൈം ചിലവഴിക്കാനും, അവർ ചോദ്യം ചോദിക്കുമ്പം നീ ഉണ്ടായിരുന്നാൽ മതി എന്ന് പറയാതെ അതെന്താണെന്ന് വിശദീകരിക്കാനും, നമുക്ക് ആൻസർ അറിയത്തില്ലെങ്കിൽ പപ്പ ഇത് പഠിച്ചിട്ട് പറയാം എന്ന് പറയാനോ, അല്ലെങ്കിൽ വചനത്തിൽ കൂടെ അവരെ കൺവിൻസിങ് ആകുന്നൊരു മറുപടി കൊടുക്കാനോ നമുക്ക് സാധിക്കണം. പക്ഷേ ഈ ടൈമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കണം. പക്ഷേ ഇങ്ങനെ യാത്രകൾ ചെയ്യുന്നു, ചർച്ചിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, മിനിസ്റ്ററിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഇങ്ങനെ പോകുമ്പോൾ പാസ്റ്റർ ഫാമിലി, പാസ്റ്റർ കുഞ്ഞുങ്ങൾ, ക്വാളിറ്റി ടൈം പാസ്റ്റർ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, എങ്ങനെയാണ് അത് ബാലൻസ് ചെയ്യുന്നത്? ശുശ്രൂഷയും ഫാമിലി ലൈഫും എങ്ങനെ പാസ്റ്റർ ബാലൻസ് ചെയ്യുന്നത്? പാസ്റ്റർ ചോദിച്ചത് വളരെ നല്ല ഒരു ചോദ്യമാണ്. ഞാൻ പ്രത്യേകിച്ച് ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടങ്ങളിൽ ഒരുപാട് ട്രാവൽ ചെയ്യുമായിരുന്നു. ഇടക്കാലഘട്ടത്തിൽ ഞാൻ കുവൈറ്റിൽ സഭാ ശുശ്രൂഷയുള്ള ബന്ധത്തിലായിരുന്നപ്പോഴാണ് യാത്രകൾ കുറഞ്ഞത്. കാരണം അവിടെ കൂടുതലും പാസ്റ്ററൽ മിനിസ്ട്രിയിൽ ഓറിയൻറ്റഡ് ആയിരുന്നു, പരിമിതികളുണ്ട്. അതൊഴിച്ചുള്ള സമയങ്ങളിലെല്ലാം ദീർഘവർഷങ്ങൾ ഈ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്ന സമയത്ത് ഒക്കെ പ്രത്യേകിച്ചും ധാരാളം യാത്രകൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയൊരു സത്യം, വളരെയധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചലഞ്ചാണ്, വളരെ ചലഞ്ചാണ്. ഒരു വലിയ ചർച്ചുള്ളൊരു പാസ്റ്റർ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമ്മർദ്ദങ്ങളും അതിൻ്റെ ടെൻഷനുകളും ഓരോ വ്യക്തികളുടെ ആവശ്യങ്ങളെ സന്ധിക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഇതെല്ലാം പാസ്റ്റർമാർക്കുണ്ട്. നമ്മുടെ സമ്മർദ്ദങ്ങൾ നമ്മുടെ കുടുംബത്തെയോ നമ്മുടെ തലമുറയോ നെഗറ്റീവായിട്ട് സ്വാധീനിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കൃപയാ ദൈവം തന്നിട്ടുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയും എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന വ്യക്തിയാണ്. ഒരുമിച്ചിരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. എങ്കിൽ പോലും യാത്ര ചെയ്യുമ്പോൾ വേണ്ട കരുതലുകൾ, ഞാൻ ചെയ്യുന്നൊരു കാര്യം, നല്ല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടല്ലോ. ഏത് രാജ്യത്താണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഞങ്ങൾ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ടെക്സ്റ്റ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കും, വീഡിയോ കോളിൽ സംസാരിക്കും, പിള്ളേരോട് സംസാരിക്കും. ഇതൊരു ലവ് റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. കുഞ്ഞുങ്ങൾക്കൊരിക്കലും പപ്പായെ മിസ് ചെയ്യാൻ പാടില്ല, വൈഫിനെ ഹസ്ബൻഡിനെ മിസ് ചെയ്യാൻ പാടില്ല. ശുശ്രൂഷയിൽ 100% നമ്മൾ ഫോക്കസ്ഡാണ്, കർത്താവിനോട് എരിവോടെ നിൽക്കുന്നു. പക്ഷേ ഇവരുടെ ഉള്ളിൽ ഒരു മടുപ്പുണ്ടാകരുത്. അനേകയിടങ്ങളിൽ സംഭവിക്കുന്നത്, നമ്മൾ ദൈവം കഴിഞ്ഞ മിനിസ്ട്രിയെയാണ് പലപ്പോഴും സ്നേഹിക്കുന്നത്. അപ്പോൾ പ്രയോറിറ്റിക്കകത്ത് ആദ്യം ദൈവം, പിന്നെ നമ്മൾ, നമ്മുടെ ഫാമിലി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ മിനിസ്ട്രി. അപ്പം നമ്മളില്ലെങ്കിൽ, നമ്മുടെ കുടുംബമില്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ഒരിക്കലും വിജയിക്കത്തില്ല. അനേകർക്ക് സംഭവിച്ച പരാജയം ദാസന്മാരൊക്കെ അങ്ങനെ പരാജയങ്ങളുണ്ടാണ്. മിനിസ്റ്ററുടെ ആത്മാർത്ഥതയിൽ പോയി ഫാമിലി എവിടോ മറന്നു പോകുന്നു. സഭയ്ക്ക് പാസ്റ്റർ വേണം, പക്ഷെ അപ്പോൾ തന്നെ പാസ്റ്റർ വൈഫിന് ഹസ്ബൻഡിനെ വേണം, പാസ്റ്റർ കുഞ്ഞുങ്ങൾക്ക് അവർ അപ്പനെ വേണം. ബാലൻസ് ചെയ്ത് തന്നെ നമ്മൾ പെന്തിക്കോസ്തുകാരായിരിക്കും ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാസ്റ്ററെയും പാസ്റ്റർ കുടുംബത്തെയും തന്നെ നമ്മുടെ ഒരു ഭാഗമായിട്ട് കാണുകയും അവരുടെ ചലഞ്ചസിനെയും അവരുടെ ഡിഫിക്കൽട്ടീസിനെയും മനസ്സിലാക്കി അവരെ ഒന്നിച്ച് ചേർത്ത് നിർത്തി സ്നേഹിക്കാൻ കഴിയണം. പാസ്റ്ററെ മാത്രമല്ല, പാസ്റ്ററുടെ വൈഫിനെയും കുഞ്ഞുങ്ങളെയും കൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണെന്ന് മനസ്സിലാക്കി അവരെ സ്നേഹിക്കാനും കരുതാനും അവരുടെ ചലഞ്ചസിൽ അവരും കൂടെ നിൽക്കാൻ തയ്യാറാകണം. പിന്നെ സുവിശേഷകരെന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, അവർക്ക് ഒരു മടുപ്പൊരിക്കലും ശുശ്രൂഷ നിമിത്തം ഉണ്ടാകാതിരിക്കാൻ, കുഞ്ഞുങ്ങൾക്ക് മുറിവുകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അവർക്കും നമ്മുടെ ശേഷം ഈ ശുശ്രൂഷ ചെയ്യാൻ ആവേശം ഉണ്ടാകത്തക്ക നിലയിൽ. ഇപ്പോൾ എൻ്റെ പപ്പ മിനിസ്ട്രിയിലായതുകൊണ്ട് എൻ്റെ പല ആഗ്രഹങ്ങളും നടന്നില്ല, എനിക്ക് പലയിടത്തും പോകാൻ പറ്റിയില്ല. കുറേ ആഗ്രഹങ്ങൾ കുഞ്ഞുങ്ങളും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഞങ്ങളെ വേണ്ട, ഞങ്ങളുടെ കാര്യം നോക്കാറില്ല, സഭ മാറ്റി ചർച്ച ചെയ്തെന്ന് പറഞ്ഞ് നടക്കുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, പല ദേവദാസന്മാരുടെ മക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ സാധാരണ ചെയ്യുന്നൊരു കാര്യം, ദീർഘദൂര യാത്രകളൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി ടൈം അവരുടെ കൂടെ ചിലവഴിക്കും. അവരെ കൊണ്ട് ചെറിയ ഔട്ടിങ്ങിന് എവിടെയെങ്കിലും പോകും.
ഒരു ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരു ബീച്ചിലോ ഒരുപാട് ദിവസങ്ങളോ ഒരുപാട് സമയമൊന്നും അതിന് കിട്ടില്ല. എങ്കിലും അവരൊന്ന് മനസ്സ് റിലാക്സ് ചെയ്യാൻ, കാരണം അത്രയും ദിവസം അവർ വീട്ടിനകത്താണ്, മറ്റെങ്ങും പോകുന്നില്ല. അവർ ചർച്ചിൽ പോകുന്നു, മിനിസ്ട്രിയിൽ പങ്കെടുക്കുന്നു, മീറ്റിങ്ങിൽ പോകുന്നു, ഇത് മാത്രമേ ഉള്ളല്ലോ. അപ്പം നമ്മൾ ഒരുമിച്ചൊരു ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുക, ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസിലാണെങ്കിലും പുറത്തുനിന്നൊരു ഔട്ടിങ്ങിന് പോവുക, പിന്നെ അവരോട് സംസാരിക്കുക, അവർ പറയുന്നത് കേൾക്കാനും ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ സമയമെടുക്കുക. അങ്ങനെ ഫാമിലിയെ ഒന്ന് മെൻറ്റർ ചെയ്യാനും അവരെ ബിൽഡ് ചെയ്യാനും ഇമോഷണലി അവരെ ഒന്ന് ബിൽഡ് ചെയ്യാനും ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് അവർക്ക് മിനിസ്ട്രിയോടൊരു വിരക്തിയില്ല. കുടുംബജീവിതത്തിൽ ഞാനൊരു ഭാഷയെ കല്യാണം കഴിച്ചല്ലോ എന്നൊരു ഭാരം എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും അവർ ഹാപ്പിയാണ്, തിരിച്ചു ചെല്ലുമ്പോൾ അതിനേക്കാൾ ഹാപ്പിയാണെന്നുള്ളതേ ഉള്ളൂ. റിയലി അപ്രീഷിയേറ്റിംഗ് ഭാഷ ബാലൻസ് ചെയ്തു പോകുന്ന ശരിക്കും കർത്താവിനെ ഗ്രഹിക്കും. പക്ഷെ അപ്പോൾ തന്നെ നമ്മുടെ സഭകളിലൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട തലമുറകളുണ്ട്, കോളിംഗ് ഉണ്ടെന്ന്, കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷെങ്കിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയത്തില്ല. ചിലപ്പോൾ മടുത്തു പോകുന്നവരുണ്ട്. എന്നാൽ ഒരു വശത്ത് ആഗ്രഹമുണ്ട്, ജോലിയുടെ ഭാരം, വീട്ടിലെ ഭാരം, കുഞ്ഞുങ്ങളെ വളർത്തണം, ഇതെല്ലാം കൂടെ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ ഉള്ള അവരെ ഈ ഒരു കോളിംഗ് ഉണ്ടെങ്കിലും അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പാസ്റ്റർ അനുഭവത്തിൽ നിന്ന് അവർക്കൊരു സന്ദേശം കൊടുക്കാനായിട്ട് പറ്റുമോ? അതൊരു നല്ല ചോദ്യമാണ്. സാധാരണ ഈ കോളിംഗ് ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ, ബുദ്ധിമുട്ട്, ജോലി വിട്ടിറങ്ങാൻ പറ്റാതെ. പക്ഷേ ഈ തലമുറയിൽ നമ്മൾ കാണുന്നൊരു കാര്യം, ജോലിയോടൊപ്പം നന്നായി കർത്താവിനെ സേവിക്കുന്ന ആളുകളുണ്ട്. അപ്പം ആ ജോലിയോടുകൂടെ തന്നെ ഒരു ക്വാളിറ്റി ടൈം അവർക്ക് ദൈവത്തിന് കൊടുക്കാൻ, മിനിസ്ട്രി ചെയ്യാൻ, ചർച്ചിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ അവർക്ക് കഴിയും. അപ്പോൾ അവർ ചർച്ചിൽ പല കാര്യങ്ങളിൽ, പാസ്റ്റർ എന്നുള്ളതിൽ നമുക്ക് ഒറ്റയ്ക്കൊരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ അങ്ങനെ കോളിംഗ് ഉള്ള ആളുകൾക്ക് പല നിലകളിൽ ഈ മിനിസ്ട്രിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒരു ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് ഒരു കോളിംഗ് അവർക്ക് ലഭിക്കാത്തിടത്തോളം കാലം അവരതിനു വേണ്ടി ഇറങ്ങേണ്ട ആവശ്യമില്ല. നിനക്കൊരു വിളിയുണ്ട് എന്നൊരു ദൂത് കേൾക്കുമ്പം ചിലർക്ക് ജോലി വിട്ട് ഇറങ്ങണമെന്ന് ചിന്തയാണ് വരുന്നത്. അത് ഏത് നിലയിലാണെന്നുള്ളത് അനലൈസ് ചെയ്ത് നോക്കണം. ജോലിയോടുകൂടെ കർത്താവിനെ സേവിക്കാം. നമ്മളൊന്ന് ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ അവരെ മെൻറ്റർ ചെയ്ത് ഒരുക്കി കഴിഞ്ഞാൽ ഒരു സെൽ ഗ്രൂപ്പിൻ്റെ ലീഡറാക്കി മാറ്റാം. അല്ലെങ്കിൽ പാടാൻ കഴിവുള്ള, കീബോർഡ് വായിക്കാൻ കഴിവുള്ള, ഇൻസ്ട്രുമെൻറ്റുകൾ വായിക്കാൻ കഴിയുന്നവർക്ക് ആ നിലയിൽ ചർച്ചിനെ സപ്പോർട്ട് ചെയ്യാം. ഈവൻ പല കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പല ചർച്ചകൾ സന്ദർശിച്ചപ്പോൾ നമ്മുടെ ചർച്ചിലും ചിലർ കുക്ക് ചെയ്യാനും സെർവ് ചെയ്യാനും, ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നത് പോലെ മേശമേൽ വിളമ്പുവാൻ 7 പേരെ തിരഞ്ഞെടുത്തു എന്നതുപോലെ മിനിസ്ട്രി ഇൻവോൾവ് ആകാനായിട്ട് അവർക്ക് സാധിക്കും. പിന്നെ ജോലിയോടുകൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നതിനകത്ത് കുഴപ്പമില്ല. നമ്മുടെ ഉള്ളിൽ ആ കോളിങ് ശക്തമായിട്ട് ഇനി അത് വിടണമെന്നൊരു ബോധ്യം വരുമ്പോൾ സന്തോഷത്തോടെ ജോലി വിട്ട് പൂർണ്ണസമയ സുവിശേഷ വേല ചെയ്യാനും കഴിയും. പിന്നെ ഈ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എഫെസ്യ ലേഖനം 4:11 മുതൽ നമ്മൾ വായിക്കുമ്പോൾ 5-fold മിനിസ്ട്രി ഉണ്ട്. സാധാരണ നമ്മുടെ മലയാളി കൾച്ചറിൽ എല്ലാവരെയും നമ്മൾ പാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ നമുക്കവിടെ അപ്പോസ്തലനുണ്ട്, പ്രവാചകനുണ്ട്, ഇടയനുണ്ട്, ഉപദേഷ്ടാവുണ്ട്, സുവിശേഷകനുണ്ട്. ഏത് ശുശ്രൂഷയും ചെയ്യാം. എല്ലാവർക്കും പാസ്റ്റർ കോളിംഗ് ഇല്ല. ഒരു പ്രവാചകൻ വന്ന് നമ്മളോട് ദൂത് പറഞ്ഞു നിനക്കൊരു വിളിയുണ്ടെന്ന് പറയുമ്പോൾ നാളെ ഒരു സഭ തുടങ്ങേണ്ട ആവശ്യം ഇല്ല. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. കോളിംഗ് ഉണ്ടെന്ന് പറഞ്ഞ ഉടനെ സഭാ ശുശ്രൂഷകൻ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ കോളിംഗ്, അതൊരു തെറ്റിദ്ധാരണ പൊതുവെ ഉണ്ട്. അതെ, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ആ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഒരു പരാജയം പെട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ്. അപ്പം മുൻകാലഘട്ടങ്ങളിൽ, നമ്മുടെ കാലഘട്ടങ്ങളിൽ ദീർഘവർഷങ്ങൾ ബൈബിൾ കോളേജിൽ പഠിച്ചതിന് ശേഷം സുവിശേഷ വേല ചെയ്യുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട്. വേദശാസ്ത്രപരമായ പഠനവും സെമിനാരി പഠനവും ഒത്തിരി നമ്മൾ എക്വിപ്പ് ചെയ്യും. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഷോർട്ട് ടേം കോഴ്സസ് പഠിച്ചിട്ട് സുവിശേഷീകരണത്തെ എൻഗേജാകാൻ ചെറുപ്പക്കാർക്ക് കഴിയുന്നുണ്ട്. യൂത്ത് വിത്ത് മിഷൻ പോലെയുള്ളതായ സംഘടനകൾ, അങ്ങനെ ഒത്തിരി എക്വിപ്പ് ചെയ്യുന്ന സംഘടനകളുണ്ട്. അപ്പോൾ ഒരു ഷോർട്ട് ടേം കോഴ്സിൽ കൂടെ ഇവാഞ്ചലിസത്തെ കൂടുതൽ ഫോക്കസ് ചെയ്ത് യുവതലമുറകളെ നേടാൻ, സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ ഒക്കെ അവർക്ക് കഴിയും. അപ്പം കോളിംഗ് ഉണ്ട് എന്നതുകൊണ്ട് കുടുംബത്തെ വിട്ടോ അല്ലെങ്കിൽ ജോലി വിട്ടോ ഇറങ്ങണം നിർബന്ധമില്ല. അത് കർത്താവ് സ്പെസിഫിക് ആയിട്ട് അവരോട് ഇടപെടുന്നെങ്കിൽ മാത്രം ജോലി വിട്ടിറങ്ങിയാൽ മതി. അതിനൊരു കൺവിക്ഷൻ ദൈവം കൊടുക്കുമ്പം അതിനുള്ള കറേജും ദൈവം കൊടുക്കും. അതുകൊണ്ട് എനിക്കൊരു കോളിംഗ് ഉണ്ട്, ഞാൻ ജോലി വിട്ടില്ലല്ലോ എന്നുള്ള ഒരു ആത്മബോധം അല്ലെങ്കിൽ അങ്ങനൊരു പാപബോധം അവരെ അലട്ടേണ്ട ആവശ്യമില്ല, നിരാശ അലട്ടേണ്ട ആവശ്യമില്ല. ഒരു വിശ്വാസിയായി ജോലിയോടൊപ്പം കുടുംബം നയിക്കുമ്പോൾ തന്നെ
സഭയിൽ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് ജീവിക്കാൻ അവർക്ക് പറ്റും. പാസ്റ്റർ സഹായിക്കാം, പാസ്റ്റർ ഗൈഡ് ചെയ്യുന്നതനുസരിച്ച് ഇതുപോലെ ഇവാഞ്ചലൈസ് ചെയ്യാം, ആളുകളെ എൻഗേജ് ചെയ്യാം, വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാം, അനേക കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതൊന്നും ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ റൈറ്റ് ടൈം ആകുമ്പോൾ ദൈവം തന്നെ ആ യഥാർത്ഥ കോളിങ്ങിലോട്ട് അവരെ എത്തിക്കും. ഇല്ലേ, നമ്മൾ നിരാശപ്പെട്ട് ക്ഷീണിച്ച് ഒന്നും പറ്റിയില്ല എന്ന് ഭാരപ്പെട്ടിരിക്കണ്ട, ഉള്ളത് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വിനിയോഗിക്കുക. അപ്പോൾ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന ആ വിളിയിലോട്ട് അവരെത്തിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക. ശക്തമായൊരു പ്രാർത്ഥനാ ജീവിതത്തിൽ അവരൊരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നേറുകയും ചെയ്യുമ്പോൾ പേഴ്സണലായിട്ടൊരു നല്ല ഡിവോഷണൽ ലൈഫും പ്രയർ ലൈഫും ഉണ്ടെന്നുണ്ടെങ്കിൽ പാസ്റ്ററോട് ചേർന്ന മിനിസ്ട്രിയിൽ സഹകരിക്കുകയൊക്കെ ചെയ്യുമ്പം അവർ ആത്മീയമായിട്ട് ഇങ്ങനെ വളരുകയും ചെയ്യും. വളർന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവാത്മാവ് സമയമാകുമ്പോൾ അവരെ ഗൈഡ് ചെയ്യും. തീർച്ചയായും ജോലി വിട്ടിറങ്ങണോ, ഈ നിലയിൽ തന്നെ കൂടുതൽ ശുശ്രൂഷയിലേക്ക് നീങ്ങണമോ, അങ്ങനെയുള്ള ദൈവിക നിയോഗങ്ങളൊക്കെ ഉണ്ടാകും. എനിക്കൊന്ന് ഈ ഒരു ആത്മീയ കൂട്ടുകെട്ട് നല്ലത് അല്ലേ, പ്രാർത്ഥിക്കുന്ന ഒരേ ആശയമുള്ള ദർശനമുള്ള ഒരു കൂട്ടം ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും കരയും ഉപവസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു നിരാശയിലോട്ട് പോകാതെ അല്ലേ. അത് വളരെ ശരിയാണ്. ഞാനിപ്പോൾ ഈ ചർച്ച വന്നപ്പോഴും പാസ്റ്ററുടെ യുവതലമുറ ആ രീതിയിൽ വളരെ പ്രയോജനപ്പെടും ഞാൻ കണ്ടു. കുറച്ച് ആത്മീയ താല്പര്യം അധികമുള്ള ആളുകൾ അവർ ഒരുമിച്ചിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വളരെ സന്തോഷമുണ്ട്. അത് അന്യോന്യം അവർക്ക് സമാന ചിന്താഗതിയുള്ളവർക്ക് എൻകറേജ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അപ്പോൾ തന്നെ ഇന്നത്തെ മറ്റൊരു ചലഞ്ചാണ് നമ്മുടെ ഈ യുവതലമുറകൾ മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയാസ് അതിൻ്റെ ഒരു അഡിക്ഷൻ ഭയങ്കരമായിട്ടുണ്ട്. ദൃശ്യമാധ്യമങ്ങൾ അതിന് അഡിക്റ്റായി പോകുന്നു. പല ഫാമിലി പ്രോബ്ലംസ് വരെ ഉളവാകുന്നതായിട്ട് അറിയുന്നുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഒഴിവാകുന്നു, വീട്ടിൽ വന്നാൽ പ്രശ്നമുണ്ടാക്കുന്നു. കാരണം അവരെല്ലാം 5 മിനിറ്റ് കിട്ടിയ 10 മിനിറ്റ് കിട്ടിയ അവരെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയി പോകുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിനകത്തുണ്ട്. അത് സഭയ്ക്കകത്തും ആത്മീയത്തെയും ബാധിക്കുന്നുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാസ്റ്റർക്ക് ഒരു ഉപദേശം എന്ന വണ്ണം ഈ വിഷയത്തെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? അതിനകത്ത് നമുക്ക് അവനവൻ തന്നെ ആ കാര്യത്തിനകത്ത് ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ ആത്മാവിൻ്റെ ഫലത്തിൽപ്പെട്ട ഒരു കാര്യമാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം ഈ സെൽഫ് കൺട്രോൾ ഉണ്ടാകുക, അപ്പം ഏത് കാര്യത്തിനകത്ത് ഒരു സ്ക്രീൻ ടൈമിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം കുഞ്ഞു കുട്ടികൾ തൊട്ട് പ്രായമായവർ തന്നെ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സാധാരണ കൊച്ചു കുട്ടികളിൽ തന്നെ ഇത് ആരംഭിക്കുകയാണ്. നമ്മൾ 1 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒന്നുകിൽ TV അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈലിനകത്തെ കാണിച്ച് മൊബൈൽ തന്നെ കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്നത് കാണും. അന്നത്തെ ഡോക്ടേഴ്സും സൈക്കോളജിസ്റ്റുകളൊക്കെ അതിനെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതില്ലാതെ അതിന് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ തുടങ്ങുന്ന ഒരു ആത്മബന്ധം പോലെ നമുക്ക് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനോടൊരു ബന്ധം തുടങ്ങിയാൽ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നല്ല കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ കാണുന്നത്, പക്ഷെ നമ്മുടെ ടൈം ഇത് ഒത്തിരി അപഹരിക്കും. ഒരു കാലഘട്ടത്തിൽ ആളുകൾ അധികം വായിക്കുന്നവരായിരുന്നു. ഇന്ന് വായന ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. പ്രിൻ്റ് മീഡിയയുടെ സ്വാധീനം കുറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ശശി തരൂർ വളരെ വിശ്വപ്രസിദ്ധനാണ്. അദ്ദേഹത്തോടൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ഇത്രയും വലിയ ഭാഷ കൈകാര്യം ചെയ്ത് ഇത്രയും ജ്ഞാനിയായിരിക്കും അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെറുപ്പമായിരുന്നപ്പം എനിക്ക് ചില രോഗങ്ങളുണ്ടായിരുന്നു, എനിക്ക് ആകെ കൂട്ടുണ്ടായിരുന്നത് പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങൾ വായിച്ച് അദ്ദേഹം ഒരു മഹാജ്ഞാനിയായി മാറി. നമ്മുടെ കഴിഞ്ഞ തലമുറ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പ്രിൻ്റ് മീഡിയ ആയിരുന്നു. നമ്മളെല്ലാം പുസ്തകം വായിക്കുന്നതായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പബ്ലിക് ലൈബ്രറിയിൽ പുസ്തകം എടുത്ത് വായിക്കുമായിരുന്നു. ഇപ്പോൾ വായന നമ്മളെ സ്വഭാവത്തെ, ചിന്താഗതികളെ, വ്യക്തിത്വത്തെ എല്ലാം രൂപവൽക്കരിക്കും. ഡിജിറ്റൽ മീഡിയയിൽ നല്ലതും ചീത്തതയുണ്ട്. ഒരു വിരൽത്തുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ മോശമായ ഒരു കാര്യങ്ങൾ ഇന്ന് വിരൽത്തുമ്പിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സെൽഫ് റിസ്ട്രെയിൻറ്റ് അതിനകത്ത് എടുക്കാൻ കഴിയണം. ബൈബിള് തന്നെ നമ്മൾ വായിക്കുന്നത് കൂടുതലും മൊബൈൽ പ്ലാറ്റ്ഫോമിൽ കൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഐപാഡിൽ കൂടെ. ഐപാഡ് കുഴപ്പമില്ല, ഇത് തെറ്റൊന്നുമല്ല, കൊണ്ടു നടക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ കഴിയുന്നതും ബൈബിൾ വായിക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ കയ്യിലൊരു അച്ചടിച്ച ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ അത് ഡിവോഷണൽ ടൈമിൽ അത് ഉപയോഗിക്കുക, അണ്ടർലൈൻ ചെയ്യുക, ഹൈലൈറ്റർ ഉപയോഗിക്കുക, സ്റ്റഡി നോട്ട്സ് ഉണ്ടാക്കുക, ആ ഒരു ശീലം ഉണ്ടാക്കുക. എന്തിനും ഏതിനും ഇതിലേക്ക് പോകുമ്പോൾ ചില നേരം ബൈബിൾ കണ്ടു പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് വേറൊരു ന്യൂസ് വന്ന് അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരു സെൽഫ് റിസ്ട്രെയിൻ്റ് അതിനകത്ത് ആവശ്യമാണ്. മീഡിയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, വാർത്ത അറിയാനും ലോകത്തെ മനസ്സിലാക്കാനും സ്റ്റഡി ചെയ്യാനും ഒരുപാട് സാധ്യതകൾ നമ്മുടെ കയ്യിലേക്ക് മൊബൈലിലും ഐപാഡിലും ഐഫോണിലും എല്ലാം ഉണ്ട്. നമുക്കതിനെ തീർത്തും തിരസ്കരിക്കാൻ പറ്റത്തില്ല. ബുദ്ധിയോടെയും വിവേകത്തോടെയും ഉപയോഗിക്കുക, സ്വയം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതുപോലെ നമുക്ക് ഇന്നത്തെ ഈ സഭയോട് പാസ്റ്റർ കൊടുക്കാനുള്ളൊരു മെസ്സേജ് ആഗോള വ്യാപകമായി
ഒരു എൻ ടൈം റിവൈവലിലോട്ട് കടന്നു പോകുന്നു. കർത്താവിൻ്റെ വരവേറ്റവും അടുത്തുകൊണ്ടിരിക്കുന്നു. അനേക സഭകൾ അനേകർ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആസ് എ പാസ്റ്റർ എന്ന നിലയിൽ പാസ്റ്റർ 33 വർഷത്തെ ജീവിതാനുഭവം ശുശ്രൂഷാനുഭവങ്ങളുണ്ട്. ഈ എൻ ടൈം റിവൈവലിനുള്ള ബന്ധത്തിൽ പാസ്റ്റർക്ക് ആഗോള വ്യാപകമായി സഭയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ്. ഞാൻ 33 വർഷത്തിൽ ഒരുപാട് യാത്ര ചെയ്ത് ശുശ്രൂഷിക്കാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് സഭകളിൽ പോയി ശുശ്രൂഷിക്കാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ, ലോകത്തിലെ പല രാജ്യങ്ങളിൽ മൾട്ടി കൾച്ചറൽ ആയിരിക്കുന്ന സൊസൈറ്റികളിൽപ്പെട്ട സഭകളിൽ, ഇംഗ്ലീഷ് ചർച്ചുകളിൽ, മറ്റ് ഭാഷകളിലുള്ള സഭകളിലൊക്കെ സൂക്ഷിപ്പാൻ ദൈവം കൃപയാൽ ഇടയാക്കി. ഓരോ സ്ഥലങ്ങളിലെയും രീതികളും സാഹചര്യങ്ങളും ചലഞ്ചുകളും മിനിസ്ട്രിയും വർഷിപ്പും എല്ലാം ഡിഫറൻ്റാണ്. ആഗോളവ്യാപകമായി സഭയോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിന്നെ തന്നെ ഒരുക്കുക കർത്താവിൻ്റെ വരവിന് വേണ്ടി. രണ്ട്, മറ്റുള്ളവരെ കൂടെ ഒരുക്കുക എന്നുള്ളതാണ്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് ആത്മാവ് പറയുന്നു, മണവാട്ടിയും പറയുന്നു. അപ്പം മണവാട്ടി എന്ന് പറയുന്നത് സഭയാണ്. കർത്താവ് പറയും ഇതാ ഞാൻ വേഗം വരുന്നു. ഉടനെ ആത്മാവും മണവാട്ടിയും പറയേണ്ടത് തന്നെയാണ്, ആമേൻ, കർത്താവായ യേശുവേ വരയണമേ. അപ്പോൾ വരവിന് വേണ്ടി ഒരുങ്ങിയാലേ വരണമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇന്ന് സഭയെ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, സാത്താൻ തന്ത്രപൂർവം ഭിന്നത, മലിനത, തമ്മിൽ സ്നേഹമില്ലായ്മ, പിന്നെ പാപാസക്തി, രഹസ്യഭാവങ്ങൾ, അങ്ങനെ വാസ്തവത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ലാത്തൊരവസ്ഥ സഭകളിൽ നമുക്ക് കാണാൻ കഴിയും. പെരിഫറലായിട്ട് നമ്മൾ നോക്കിയാൽ നമ്മൾ ആരാധിക്കുന്നു, കൃത്യമായിട്ട് ആരാധനയ്ക്ക് വരുന്നു, ദശാംശം കൊടുക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോഗ്രാം ഓറിയൻറ്റഡ് ചർച്ചസ്, പ്രോഗ്രാമുകൾ ഒത്തിരിയുണ്ട് നമുക്ക്. എന്നാൽ സ്പിരിച്വാലിറ്റി പെരിഫറൽ ലെവലിൽ നിന്ന് ആഴത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ മനുഷ്യർ ഒരുക്കപ്പെട്ടിട്ടില്ല. കുടുംബജീവിതത്തിൽ പ്രശ്നം, ആത്മീയ ജീവിതത്തിലെ അപാകതകൾ, അശുദ്ധികൾ, വ്യക്തിപരമായ ജീവിതത്തിലെ സമർപ്പണമില്ലായ്മ, പ്രാർത്ഥനാ ജീവിതത്തിലെ ഒരുക്കമില്ലായ്മ, ഇതെല്ലാം കർത്താവിൻ്റെ വരവിനോട് ഒരുങ്ങാത്തൊരവസ്ഥയാണ്. സഭയ്ക്കൊരു മിഷനുണ്ട്. നമ്മുടെ പുറത്ത്, സഭയ്ക്കകത്ത് നമുക്ക് 500 പേരുണ്ട്, നമ്മൾ ഹാപ്പിയാണ്. എൻ്റെ ചർച്ച് വലിയ ചർച്ചാണ് നമ്മൾ, അല്ലെ 1000 പേരുണ്ട്, 10,000 പേരുണ്ട്. പക്ഷേ അൺറീച്ച്ഡ് കമ്മ്യൂണിറ്റി സഭയ്ക്ക് പുറത്ത് വളരെ വലുതാണ്. ഇപ്പോൾ എൻ്റെ സൊസൈറ്റിയിലുള്ള അൺറീച്ച്ഡ് കമ്മ്യൂണിറ്റിയെ റീച്ച് ഔട്ട് ചെയ്ത് അവരെ കൂടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നേടുവാനുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്, സഭയ്ക്കുണ്ട്. അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യും? ഞാൻ ദൈവദാസൻ്റെ കൂടെ നിൽക്കും, സഭയുടെ കൂടെ നിൽക്കും. എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഞാൻ അടിച്ചേൽപ്പിച്ച് ഞാൻ പറയുന്ന പോലെ സഭ പോകുന്നില്ലെങ്കിൽ ഞാനതിനെ പൊളിക്കും. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ അടിച്ചേൽപ്പിക്കും. ഞാൻ പറയുന്നത് പോലെ പാസ്റ്റർ ചെയ്യണം, സഭ ചെയ്യണം എന്നിങ്ങനെയുള്ള വ്യക്തി താല്പര്യങ്ങൾ ഇന്ന് സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വ്യക്തി താല്പര്യമല്ല, ഞാൻ എൻ്റെ ലീഡർഷിപ്പിന് കീഴ്പ്പെട്ട് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത വിഷൻ അനുസരിച്ച് അതിനെ സപ്പോർട്ടീവായി നിന്നുകൊണ്ട് ഞാൻ ദൈവിക അധികാരത്തിന് കീഴ്പ്പെട്ട് സഭയിലെ ഒരു നല്ല വിശ്വാസിയായി, ഒരു പ്രാർത്ഥനാ മനുഷ്യനായി, ഒരു വിശുദ്ധനായി എന്നെ തന്നെ ഒരുക്കി, മറ്റുള്ളവരെ കൂടെ ഒരുക്കി പുറത്തുള്ള ആത്മാക്കളെ നേടുവാൻ ഈ സഭയെ എക്വിപ്പ് ചെയ്യുന്നതിൽ ഞാനും കൂടെ നിൽക്കും എന്നുള്ളൊരു തീരുമാനം സഭയിലെ എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകാം. തീർച്ചയായിട്ടും ഈ വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തിനാ ഞാൻ ഈ വിശ്വാസിയായെന്ന് പലർക്കും അറിയത്തില്ല. എന്നെ ദൈവം കൊണ്ടുവന്നിരിക്കുന്ന 1, നിത്യതയിൽ പോകാനാണ്. 2, എൻ്റെ കൂട്ടുവിശ്വാസികൾക്ക് ഞാനൊരു അനുഗ്രഹമാണ്, എൻ്റെ പാസ്റ്റർക്ക് ഞാനൊരു അനുഗ്രഹമാണ്. 3, ദൈവരാജ്യത്ത് എനിക്കൊരു റോളുണ്ട്, എന്നാൽ ആവോളം ആത്മാക്കളെ നേടുക, മറ്റുള്ളവരെ ക്രിസ്തുവിൽ ബലപ്പെടുത്തുക. അതിനകത്ത് നമ്മൾ ബദ്ധരായിരിക്കണം എന്നുള്ളതാണ് സന്ദേശം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയെ പാർശ്വ നൽകി തന്നത്. പാർശ്വ പ്രാവശ്യം UK കടന്നു വന്നു, പലയിടങ്ങളിൽ സഞ്ചരിച്ചു. ഇവിടെ മാഞ്ചസ്റ്റർ പെന്തക്കോസ്തൽ ചർച്ചുമായി ബന്ധപ്പെട്ട് ചില ദിവസങ്ങളുണ്ടായിരുന്നു. ഇവിടെ യൗവനക്കാർക്ക് സഭയ്ക്കൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. ഒരുപാട് ആത്മബന്ധം നമുക്ക് സ്ഥാപിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഈ ചർച്ചുമായി ബന്ധപ്പെട്ട് പാസ്റ്റർക്ക് പറയാനുള്ള, ഈ ചർച്ചിനോടും പാസ്റ്റർക്ക് പറയാനുള്ള 1-2 തോട്ട്സ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിച്ചൊരു കാര്യം പാസ്റ്റർ ലീഡർഷിപ്പാണ്. പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഇല്ലാതെ എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകുന്നു. പാസ്റ്ററുടെ ഇപ്പോഴത്തെ യുവതലമുറയുടെ ഭാഷയെ പറഞ്ഞാൽ പാസ്റ്ററുടെ വൈബ്, ആ സ്നേഹവും സന്തോഷവും ആൾക്കാരെ ചേർത്ത് കൊണ്ടുപോകുന്നതും വളരെ പ്രശംസനീയമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ആളുകളോട് ഇടപെട്ടപ്പോൾ ആരിലും അസംതൃപ്തി കണ്ടില്ല. അവരെല്ലാം പാസ്റ്ററുടെ ശുശ്രൂഷയിലും സമീപനത്തിലും വളരെ തൃപ്തരാണ്.
ഇവിടുത്തെ യുവാക്കളെല്ലാം വളരെ പാഷനേറ്റായിട്ട് എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണം, പ്രാർത്ഥിക്കണം എന്നുള്ളൊരു രീതിയാണ് ഞാനിവിടെ കണ്ടത്. ആ ഒരു ഐക്യതയും സ്നേഹവും പ്രാർത്ഥനാ ജീവിതവും വ്യക്തിപരമായിട്ട് ഭാവിയിൽ സൂക്ഷിക്കുക. സഭ ഒരിക്കലും പിളർന്നു പോകാതിരിക്കാൻ ആരെങ്കിലും പുറത്തുനിന്ന് വന്നവരുടെ സ്വാധീനത്തിൽപ്പെട്ട് വലഞ്ഞു പോകാതെ പാസ്റ്ററൽ ലീഡർഷിപ്പിന് ഐക്യതയോടെ കീഴ്പ്പെട്ട് പ്രാർത്ഥനാ ജീവിതവും വിശുദ്ധ ജീവിതവും വ്യക്തിപരമായി കാത്തു സൂക്ഷിക്കുമ്പോൾ, അവരുടെ കുടുംബജീവിതം ഭംഗിയായി സൂക്ഷിക്കുമ്പോൾ തന്നെ പുറത്തുള്ള ആളുകളെ എങ്ങനെ എനിക്ക് സുവിശേഷം പറഞ്ഞ് വിൻ ചെയ്യാം, അതിനുള്ള സ്ട്രാറ്റജി മീഡിയയിൽ കൂടെയോ നേരിട്ടുള്ള രീതിയിലോ ഇന്നത്തെ ഇവിടുത്തെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് സ്ട്രാറ്റജൈസ് ചെയ്ത് സഭ മുമ്പോട്ട് പോകണം. ഈ കാലഘട്ടത്തിൽ സഭ റെലവൻ്റായിട്ട് നിൽക്കണം. കാലങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ പഴയ സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ യുവതലമുറ നഷ്ടപ്പെട്ടു പോകരുത്. അതായത് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പല ചോദ്യങ്ങൾ കാണും. അപ്പം നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു പഴയ പെൻഡിക്കോസ്റ്റൽ ഫ്രെയിംവർക്കിനകത്ത് അവർ വരാത്തത് കൊണ്ട് അവരോട് നമുക്കൊരു അവേർഷൻ തോന്നരുത്. അവരുടെ കൂടെ ഇരുന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അവരെ കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഇൻക്ലൂസീവ്നെസ് നമ്മുടെ സമീപനത്തിലുണ്ടാകണം. നമ്മുടെ സമീപനത്തിൽ കാലാകാലങ്ങളനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരികയും ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതെ സ്ട്രാറ്റജികൾ നമുക്ക് മാറ്റാൻ സാധിക്കും. അങ്ങനെ മുമ്പോട്ട് പോവുക, മീഡിയ നന്നായിട്ട് ഉപയോഗിക്കുക, അതുപോലെ പ്രാർത്ഥന, ഉപവാസം, ഇങ്ങനെയുള്ളതായ നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചതും വചനത്തിലുള്ളതായ അടിസ്ഥാനങ്ങളിൽ മാറിപ്പോകാതെ ദൈവിക നേതൃത്വത്തിന് കീഴ്പ്പെട്ട് തന്നെ മുന്നോട്ട് പോയാൽ ഈ ചർച്ചിന് വലിയൊരു റിവൈവലും വലിയൊരു ഭാവിയുണ്ടെന്ന് ഞാൻ കാണുന്നത്. ധാരാളം ആത്മാക്കൾ ഇതിനകത്ത് വന്ന് രക്ഷപ്രാപിപ്പാനും ഈ ചർച്ച് വളരെയധികം വിപുലമാകുവാനും ഇടയായിത്തീരും. മാത്രമല്ല പാസ്റ്ററുടെ ആ ദർശനത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒരു ക്രോസ് കൾച്ചറൽ മിനിസ്ട്രി ഇതിനകത്തുണ്ട്. ഹിന്ദിക്കാരെയും മറ്റ് ഭാഷക്കാരെയും ഒക്കെ ഉൾക്കൊള്ളാനുള്ളൊരു സംവിധാനം, ഇംഗ്ലീഷ് സർവീസ്, ഹിന്ദി കൂടെ നമുക്ക് അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഭാവി കാലത്ത് കമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതനുസരിച്ച് വ്യത്യസ്തമായ ഹിന്ദി സർവീസോ ഇംഗ്ലീഷ് കൂടുതൽ പ്രബലമായി തീരുകയും അപ്പോൾ തന്നെ എല്ലാവരും ഒന്നിച്ച് ഒരു അംബ്രലയുടെ കീഴിൽ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോകുക. മാഞ്ചസ്റ്റർ കർത്താവിന് വേണ്ടി നേടുവാൻ സഭയെ ദൈവം കണ്ടിരിക്കുക. ഒരുപാട് സാധ്യതയുണ്ട്. ധാരാളം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് വരുന്നു. ഈ പട്ടണത്തിൽ മൾട്ടി കൾച്ചറായ ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്. അവരെ മുഴുവൻ നേടുക എന്നുള്ള ദൗത്യം നമ്മുടേതാണെന്നുള്ള ചിന്തയോടുകൂടി ഏകമനസ്സോടെ പ്രാർത്ഥനയോടെ ലീഡർഷിപ്പിന് കീഴിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. പാസ്റ്ററെ, നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. സകല മഹത്വവും കർത്താൻ അർപ്പിക്കുന്നു. ഈ വിലപ്പെട്ട സമയം ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിലുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം. ദൈവം താങ്ക് യു. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ ഒരുമിച്ച് കാണാം. ദൈവം